BPCL LPG ട്രക്ക് ഡ്രൈവർമാരുടെ സമരം പിൻവലിച്ചിരിക്കുന്നു. കമ്പനി മാനേജ്മെന്റ്, കരാറുകാരും തൊഴിലാളി നേതാക്കളും തമ്മിലുള്ള ചർച്ചയിലാണ് ധാരണയായത്. ഡ്രൈവറെ മർദ്ദിച്ച കയറ്റിറക്ക തൊഴിലാളിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. ഇന്നു മുതൽ ഡ്രൈവർമാർ ജോലിക്ക് കയറുമെന്നാണ്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ആശ്വാസകരമായ വാർത്ത. 7 ജില്ലകളിൽ വലിയ പ്രതിസന്ധിയുണ്ടായിരുന്നു പാചകവാതകവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അത് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? ഉടൻ തീർച്ചയായും. കാരണം സമരം പിൻവലിച്ചിരിക്കുന്നു. ഇന്നു മുതൽ തന്നെ ഇത് പഴയ രീതിയിലേക്ക് മാറും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം 140ഓളം ലോഡുകളാണ് ഇവിടെ കൊച്ചി അമ്പലമുകൾ BPCL കേന്ദ്രീകരിച്ച് പോകുന്നത്. ഇന്നും കൂടി സമരം അത് തുടരുകയാണെങ്കിൽ അത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 7 ജില്ലകളെ ഇത് ബാധിച്ചിരുന്നു. അത് തുടരുകയാണെങ്കിൽ ആ സമരം പ്രതികൂലമാകുമായിരുന്നു. എന്നാലും ഇന്ന് രാവിലെ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ കരാറുകാരുടെ കീഴിലാണ് ഇവർ വരുന്നത്. അവരും ഈ തൊഴിലാളി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായിരിക്കുന്നത്. പ്രധാനമായും തന്നെ ഇന്നലെ മർദ്ദിച്ച CIT യൂണിയനിൽപ്പെട്ട തൊഴിലാളി, അയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ അതുമായി മുന്നോട്ട് പോവുക, അതിന് ഇവിടെ നിന്നുള്ള ഒരു പിന്തുണയുണ്ടാകും. മാനേജ്മെന്റ് അടക്കം ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ ലോഡുമായി പോകുന്ന തൊഴിലാളികൾക്ക് ഓരോ ഏജൻസികളിലും എത്തുമ്പോൾ അവർക്ക് ന്യായമായ രീതിയിലുള്ള ഒരു സംരക്ഷണം നൽകുക എന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുതൽ ഈ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്ന ഈ വാഹനങ്ങൾ നമുക്ക് കാണാം. ലോഡുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ അത് പഴയ രീതിയിലേക്ക് വരും. അവർക്ക് ഇനി മുതൽ വിതരണ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നമുക്കൊപ്പം തൊഴിലാളി യൂണിയൻ നേതാക്കൾ കൂടി ചേരുന്നു. രാവിലെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഒരു ധാരണയായത്. എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെ വിഷയം ഉണ്ടാക്കിയ തൊഴിലാളികൾ ആ സംഘടനയിൽ നിന്നും പുറത്താക്കി. പിന്നെ നമ്മൾക്ക് അവരുടെ പേരിലുള്ള കേസുകളുമായി മുന്നോട്ട് തന്നെ പോകുന്നു. പിന്നെ സ്ഥാപനത്തിൽ ഇനി ആ തൊഴിലാളിയെ ഒരു കാരണവശാലും ആ കോമ്പൗണ്ടിനുള്ളിൽ കയറ്റില്ലെന്നുള്ള ഉറപ്പുമില്ലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഇതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, ഏജൻസികളിലേക്ക് ലോഡുമായി പോകുന്ന ഡ്രൈവേഴ്സിനും ആ വണ്ടിക്കും ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളില്ലാതെ അവരതിനെ സംരക്ഷണം തന്നുള്ള ഉറപ്പുമില്ലാണ് നമ്മളിപ്പോൾ ഇത് പിൻവലിച്ചിരിക്കുന്നത്. ഇനി മുതൽ സാധാരണ രീതിയിലേക്ക് ആവും. ഇപ്പൊ സാധാരണ രീതിയിലേക്ക് ഇന്നിപ്പോ രാവിലെ 6 മണിക്കാണ് തുടങ്ങേണ്ടിയിരുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം 10 മണിയോളമായി. അപ്പൊ ഇനി സാധാരണ രീതിയിൽ തന്നെ പോകും. ഇതുവരെയും പോലീസിന്റെ ഭാഗത്തൊരു നടപടി ഉണ്ടായോ? പോലീസിന്റെ ഭാഗത്ത് കേസ് എടുത്തിട്ടുണ്ട്. കൊരട്ടി പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും അവർ വിശദീകരിച്ചതുപോലെ അയാൾക്കെതിരെ ഒരു മർദ്ദനം അഴിച്ചുവിട്ട യൂണിയൻ പ്രവർത്തകനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നു. CIT യൂണിയൻ പ്രവർത്തകനെതിരെ കൊടകര പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുന്നു. സമരം BPCL ഡ്രൈവർമാർ സമരം പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് ആശ്വാസകരമായ വാർത്ത. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുമായിരുന്നു. എന്തായാലും അവർ ആ സമരത്തിൽ നിന്ന് ഇപ്പോൾ നടത്തിയ ചർച്ചയെ തുടർന്ന്, ധാരണയെ തുടർന്ന് സമരം പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് അശ്വതി. ശരി ഡാനി.